ഓഫീസർമാർ, സ്റ്റാഫ്, അതുപോലെ തന്നെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷന് ജോർജ് മാത്യു തെക്കേല്, നമ്മുടെ ഈ ബജറ്റ് അവതരണം ഇവിടെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർ, അതുപോലെ ഹെഡ് ക്ലർക്ക്, അക്കൗണ്ടന്റ്, മറ്റ് ഉദ്യോഗസ്ഥര്, സെക്രട്ടറി വളരെ അധികം ദിവസങ്ങളൊക്കെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രയത്നപരമായിട്ട് നമ്മുടെ മെമ്പർമാരുടെ എല്ലാ കൃത്യസമയത്ത് തന്നെ കമ്മിറ്റികൾ കൂടിയും സമഗ്രമായ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, അടിസ്ഥാന വികസനം, കാർഷിക മേഖല, മൃഗസംരക്ഷണം, ക്ഷീരമേഖല, പട്ടികജാതി പട്ടികവർഗ മേഖല, സ്ത്രീകൾക്കും കുട്ടികൾക്കും, വയോജനങ്ങൾ, യുവജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗ്രാമീണ തൊഴിലുറപ്പ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭൂമിശാസ്ത്രപരമായി ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമാക്കിയിട്ടുള്ള ടൂറിസം മേഖലകളും വാഗമണ്ണ്, ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മാറമല അരുവി തുടങ്ങിയ പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും യുവജനങ്ങൾക്ക് ആവശ്യമായ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖല ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖല ശക്തിപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുമാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ബജറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്തിനെയും വിവിധ വകുപ്പുകളെയും പ്രതിനിധീകരിച്ച് സന്നിധിയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, മറ്റ് ബഹുമാന്യ വ്യക്തികളെ, 2025 ഡിസംബർ 21 നിലവിൽ വന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമം ചട്ടം 214 അനുശാസിക്കുന്ന പ്രകാരവും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരണമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റിൽ 17-ാം വകുപ്പ് പ്രകാരം അനുവദിക്കപ്പെടുന്ന ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്കായി ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളതും 2026-27 വർഷത്തിൽ പ്രതീക്ഷിക്കുന്നതുമായ വരവുകളുടെയും തദനുസൃതമായ ചെലവുകളുടെയും വിശദാംശങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നടപ്പ് വർഷവും 100% പദ്ധതി നിർവഹണം എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നേറുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാല അളവിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും ജനകീയ ആസൂത്രണ പദ്ധതികളും കുറ്റമറ്റ രീതിയിലും മാതൃകാപരമായും നടപ്പാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസ് സംവിധാനം സുസജ്ജമാക്കി പൊതുജനങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ തന്നെ മികച്ച ഏജൻസിക്കുള്ള ISO 9001-2015 സാക്ഷ്യപത്രം ലഭിച്ചു. ഈ ഓഫീസ് ഈ അംഗീകാരം നിലനിർത്തുന്നതിനാൽ ഏറെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട സേവനങ്ങൾ പരാതിരഹിതമായി ഇതിൻ്റെ കാതലായ വകയിരുത്തികൾ പരിശോധിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന് 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം ജനറൽ വിഭാഗത്തിന് 3,38,20,000 രൂപയും പട്ടികജാതി പ്രത്യേക ഘടക പദ്ധതിയിൽ 49,12,000 രൂപയും പട്ടികവർഗ ഘടക പദ്ധതിയിൽ 39,89,000 രൂപയും ഉൾപ്പെടെ ആകെ 4,42,21,000 രൂപയാണ് പദ്ധതി വിഹിതമായി അനുവദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മെയിൻ്റനൻസ് ഗ്രാൻഡ് പദ്ധതി വിഹിതമായി അനുവദിച്ചിരിക്കുന്നത് ഇത് കൂടാതെ മെയിൻ്റനൻസ് റോഡ് ഇതരം ഇനത്തിൽ 49,64,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടായി 95,06,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ 93,53,000 രൂപ ധനകാര്യ കമ്മീഷൻ വിഹിതമായും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 26-27 വർഷത്തെ
പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകൾ അതാത് ഹെഡ് ഓഫീസ് അക്കൗണ്ടുകളിലായി ചേർത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ സംക്ഷിപ്ത രൂപം ചുവടെ ചേർക്കുന്നു. 2026-27 വർഷത്തെ പദ്ധതിയിൽ ആസൂത്രണ മാർഗരേഖകൾക്ക് വിധേയമായി പാർപ്പിട മേഖലകൾക്കായി പൊതുവിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം എന്നിവയ്ക്കായി ആകെ തുകയിൽ നിന്ന് 32% മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭ്യമാക്കുന്ന 1,34,32,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ 8 ഗ്രാമപഞ്ചായത്തുകളിലെ PMAY വീടുകൾക്ക് ധനസഹായമായി നൽകുന്നതാണ്. കൂടാതെ ആകെ തുകയുടെ 10% വനിതകൾക്കും, 10% ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും, 5% ഭിന്നശേഷിക്കാർക്കും, കുട്ടികൾ 5% പാലിയേറ്റീവ് വയോജനങ്ങൾ എന്നിവർക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കും ചെലവഴിക്കുന്നതാണ്. നിർബന്ധിത പ്രോജക്റ്റുകളുടെ തുക കുറവും ചെയ്ത ശേഷം പൊതുവിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം എന്നിവയിൽ പശ്ചാത്തല മേഖല നിശ്ചിത അനുപാതത്തിൽ കൂടാതെയും ബാക്കി തുക ഉൽപാദന സേവന മേഖലകളിലെയും ആയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെലവിനങ്ങൾ ബഡ്ജറ്റ് വർഷം ലക്ഷ്യമിടുന്നു. ഇതിൽ ക്ഷീര കർഷകർക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനമായി പാലിന് സബ്സിഡി നൽകുന്നതിനായും കാലിത്തീറ്റ സബ്സിഡിയായും ആകെ 21,16,500 രൂപയും തീറ്റപ്പൊൽ കൃഷി വികസനത്തിനായി 2 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പച്ചക്കറി കൃഷി പരിപോഷിക്കുന്നതിനായി ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം നടത്തുന്നതിനായി 2 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനി ഡയറി ഫാം ആധുനികവൽക്കരിക്കുന്നതിനായി 8 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി 15 ലക്ഷം രൂപയുടെ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാലിയേറ്റീവ് കെയർ മേഖലകളിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്നതിനായി 10 ലക്ഷം രൂപ, സാമൂഹിക ആരോഗ്യ കേന്ദ്രം മുഖേന നേരിട്ട് പാലിയേറ്റീവ് പരിചരണം നൽകുന്നതിന് 10 ലക്ഷം രൂപയും എന്നിങ്ങനെ വകയിരുത്തിയിരിക്കുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഗുരുതര കിഡ്നി രോഗബാധിതർ, ക്യാൻസർ രോഗികൾ എന്നിവർക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും അനുബന്ധ സാമഗ്രികളും വാങ്ങി നൽകുന്നതിനായി 10,03,200 രൂപയുടെ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഐക്യത്തിന് വിഹിതം നൽകുന്നതിനായി 50,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 1 ലക്ഷം രൂപയുടെ പദ്ധതി, സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതിക്കായി 50,000 രൂപയും ദുരന്ത നിവാരണ ബോധവൽക്കരണത്തിന് പ്രോജക്റ്റായി 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 32 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിക്കായി 6 ലക്ഷം രൂപയുടെ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. മേഖലാ വിഭജനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളുടെ കോൺക്രീറ്റിങ്ങിനും പുനർനിർമ്മാണത്തിനുമായി 63,64,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2026-27 വർഷത്തിൽ ലഭിക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ഇതേരം 43,64,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഘടക സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യത്തിന് ഉതകുന്ന പദ്ധതികൾക്കായി വകയിരുത്തിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ISO നിലവാരത്തിൽ നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇടമറുക സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് വാങ്ങുന്നതിനുമുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഘടക സ്ഥാപനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. MP ലാൻഡ് MLA SDF പദ്ധതി 2026-27 സാമ്പത്തിക വർഷം കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതമായി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്ന MP ഫണ്ട്, MLA ഫണ്ട്, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് എന്നീ ഇനങ്ങളിൽ ആകെ 5 കോടി രൂപയുടെ വരവും അത്രയും തുകയുടെ തന്നെ ചെലവും പ്രതീക്ഷിക്കുന്നു. ടൂറിസം ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ വാഗമൺ, കുരിശുമല, ഇല്ലിക്കല്ല്, അയ്യമ്പാറ, മാർമല അരുവി, ഇലവേഴ പൂഞ്ചിറ, നാടുകാണി, മുതുകോരമല, അരുവിക്കച്ചാല, പുല്ലുപാറ, ഇരുകണ്ണി വെള്ളച്ചാട്ടം, പെരുവഞ്ചന വെള്ളച്ചാട്ടം, വേങ്ങത്താനം അരുവി, പൂഞ്ഞാർ പാലസ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനം നടപ്പിലാക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്.
ജനറൽ പർപ്പസ് ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ് ജനറൽ പർപ്പസ് ഫണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ വാടക, കറണ്ട് ചാർജ്, ടെലിഫോൺ ചാർജ്, സ്റ്റേഷനറി, ഡീസൽ ചാർജ്, മറ്റ് ഓഫീസ് ചെലവുകൾ, ഓഫീസ് വാഹനങ്ങളുടെ മെയിൻ്റനൻസ്, ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ ഹോണറേറിയം, സിറ്റിംഗ് ഫീസ്, യാത്രാപ്പടി, ലഘുഭക്ഷണം, മറ്റ് അത്യാവശ്യ ചെലവുകൾ എന്നിവയും സർക്കാരിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നിർദ്ദേശാനുസരണം കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് വിധേയമായി ചെലവഴിക്കാൻ സാധിക്കുന്ന മറ്റിനം ചെലവുകൾക്കും ഈ തുക വിനിയോഗിക്കാവുന്നതാണ്. 2026-27 ജനറൽ പർപ്പസ് ഫണ്ടിൽ 95,06,000 രൂപയാണ് അലോക്കേഷൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പുവർഷം ഈരാറ്റുപേട്ട ബ്ലോക്കിൽ മികച്ച നിലവിൽ നടപ്പാക്കി വരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിലും ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 200 ദിവസത്തെ തൊഴിലും ഉറപ്പു നൽകുന്നതിന് ഈ പദ്ധതിയിൽ ബ്ലോക്ക് പ്രദേശത്ത് 2,40,402 തൊഴിൽ ദിനങ്ങൾ, 2,26,027 സാമ്പത്തിക വർഷം സൃഷ്ടിക്കുകയും വേതന വിഹിതമായി 15,09,00,000 രൂപ ചെലവഴിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ 4,05,00,000 രൂപ ഉപയോഗിച്ച് ആട്ടിൻതൊഴുത്ത്, കാലിത്തൊഴുത്ത്, റോഡുകളുടെ പുനരുദ്ധാരണം എന്നിവ നടപ്പിലാക്കുന്നതിന് ഈ പദ്ധതി നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. പുതിയ തൊഴിൽ സംസ്കാരം വളർത്തുന്നതിനും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും സാമ്പത്തികവും സാമൂഹികമായ ശാക്തീകരണത്തിനും ഈ പദ്ധതി വളരെ സംഭാവനകൾ നൽകി വരുന്നു. നടപ്പുവർഷം ബ്ലോക്ക് പ്രദേശത്തെ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതാണ്. ഉപസംഹാരം. ഈരാറ്റുപേട്ട ബ്ലോക്ക് പ്രദേശത്തിലേക്ക് ഉതകുന്ന പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് നാടിൻ്റെ വികസന സാധ്യതകൾക്കും പൊതുജനങ്ങൾക്ക് ആവശ്യങ്ങൾക്കും പ്രാമുഖ്യം നൽകി മാതൃകാപരമായ ഫണ്ട് വിനിയോഗിക്കുന്നതിലൂടെ അടുത്ത പദ്ധതി നിർവ്വഹണത്തിന് അടിത്തറ ഒരുക്കുന്നതിന് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ഭരണസമിതിയും പുനഃസംഘടിപ്പിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ഘടകങ്ങളും ഇതര തദ്ദേശ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒരേ മനസ്സോടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നതാണ് നമ്മുടെ വിജയം. സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അംഗീകാരത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിന് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി പ്രകാശിച്ചുകൊണ്ട് പ്രാരംഭമാക്കി 2,55,529 രൂപ, വരവ് 32,4,624 രൂപ, ആകെ വരവ് 33,14,60,151 രൂപ, ചെലവ് 31,01,30,744 രൂപ, നീക്കി ബാക്കി 13,29,409 രൂപയും പ്രതീക്ഷിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഇരിക്കുന്നതിന് സഹായിച്ച ഹെഡ് അക്കൗണ്ട് സബിത, HC അനിത, ടൈപ്പിസ്റ്റ് മഞ്ജു, ഇവരെല്ലാം ഈ ബഡ്ജറ്റ് രൂപീകരിക്കാൻ പ്രത്യേകം എന്നെ സഹായിച്ചിട്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ ബഡ്ജറ്റിൽ അതുപോലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ ഈ ബഡ്ജറ്റ് അവതരണത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രസിഡന്റുമാർ, വിവിധ പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്ന പ്രസിഡന്റുമാർ, ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.